അങ്ങനെ ഡൽഹി വിശേഷം പാർട്ട് 2. രാവിലെ തന്നെ നമ്മൾ ഡൽഹിയിൽ നിന്ന് മേടിച്ച കളർഫുൾ കുർത്തയൊക്കെ ഇട്ട് ചെത്തിപ്പൊളിച്ചിറങ്ങി. കോളേജിന് വേണ്ടി ഡ്രസ് കോഡ് ഇട്ട് പോണ പിള്ളേരെ പോലെ ഇരുന്നു ആൾക്കാരെ നോക്കിയത്. പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഏതൊരുത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന കളറായിരുന്നു നമ്മൾ ഇട്ടേച്ചത്. അതൊന്നും മൈൻഡാക്കാണ്ട് നമ്മൾ നേരെ വിട്ടു ശ്രീനന്ദിനി കഫേയിലോട്ട്. ഞാനും മനൂസും ഒരു സംശയമില്ലാണ്ട് ഇഡലി മസാല ദോശയും പറഞ്ഞു. പിന്നെ വേറെ ഒരാൾക്ക് പൊടിദോശ മാത്രമേ ഇറങ്ങുമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വിളിപ്പിച്ച് മെനു ഒന്നും കൂടെ വായിപ്പിച്ച് പൊടിദോശ തന്നെ ആണോ എന്ന് കൺഫേം വരുത്തിയത് പൊടിദോശ പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് ഓർഡർ ആക്കിയ പൊടിദോശ കഴിക്കാണ്ട് അപ്പുറത്തുള്ള പൊന്നൂസിന്റെ ഇഡലിയും സാമ്പാറും എന്നിട്ട് കഴിച്ചു. ആ വ്യക്തിയാണ് ഇപ്പോൾ ചിരിച്ചിരിക്കുന്നത്. ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ സരോജിനിയിലോട്ട് വിട്ടു. സരോജിനി മാർക്കറ്റിലാണെങ്കിൽ പള്ളിപ്പെരുന്നാളിനെ വെല്ലുന്ന തിരക്കായിരുന്നു. അവിടെ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അവസാനം എൻ്റെ ഫോണിൻ്റെ സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഈ വീഡിയോ എടുത്തു. അതപ്പം തന്നെ തീരുന്നുണ്ട്. പിന്നെ വമ്പിച്ച ഷോപ്പിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ച് ബാഗായിട്ട് നടക്കുന്ന ഈ 2 കുട്ടികളെയും എനിക്ക് പകർത്താൻ പറ്റി. പിന്നെ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ ഓട്ടോ ആണെങ്കിൽ വഴിയിൽ വെച്ച് തന്നെ ഓഫായി പോയി. ഞങ്ങൾ പോകുന്ന ട്രിപ്പിൽ പിന്നെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അങ്ങനെ കുറച്ചേരം ഞങ്ങളിങ്ങനെ ഇരുന്നു. പിന്നീട് അറിയാവുന്ന ഒരു 3-4 ഹിന്ദി വാക്കുകൊണ്ട് മാത്രം ഓട്ടോ ചേട്ടനായിട്ട് നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷൻ നടത്തി. 2 കൂട്ടർക്കും കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. എന്നിട്ടും ആ കോൺവെർസേഷൻ കുറേ നേരം ഉണ്ടായി. അതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഓട്ടോ എസ്തെറ്റിക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ നോക്കി. ഏതോ ഇതിന് ഓട്ടോ റെഡിയായി നമ്മളങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലെത്തി. അങ്ങനെ ആ ദിവസം ഉണ്ട്. അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ ബൈ.